നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 12th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ 5th ചാപ്റ്ററായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് എല്ലാ എക്സസൈസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്, എല്ലാ മോഡലിൽ നിന്ന് പെട്ടത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് സ്ക്വയറും എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 2x - 1 ആണ്. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്ക്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ, അപ്പോൾ അതേപോലെ എഫ് ഓഫ് എക്ക് ആ വാല്യൂ ഈക്വൽ ആവണം. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആണെങ്കിലാണ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ നമുക്ക് 1 ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്ന് പറയുമ്പോൾ 1 കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ഫംഗ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? എക്സ് സ്ക്വയർ. ഇത് നമ്മൾ ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 1 നമ്മളോട് കൊടുക്കുമ്പോൾ 1 സ്ക്വയർ, അതായത് 1 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇതുപോലെ ചെക്ക് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് വരും, 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറയുമ്പോൾ 1 കൂടുതൽ. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എന്തെടുക്കണം? 2x - 1 എടുക്കണം. അപ്പോൾ വാല്യൂ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × 1 - 1, അതായത് 2 - 1, അതായത് 1 എന്ന് കിട്ടി. നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ അതവിടെ ഈക്വൽ ആണെന്നുള്ളത് ആയി. ഇനി നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് എ ചെക്ക് ചെയ്യണം. ഈ വാല്യൂ തന്നെയാണോ നമുക്ക് എഫ് ഓഫ് എക്കും കിട്ടേണ്ടതെന്ന് നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലേ? അതായത് എഫ് ഓഫ് 1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഏത് ഫംഗ്ഷനാണ് നമ്മൾ എടുക്കേണ്ടി വരിക? എക്സ് സ്ക്വയർ. കാരണം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയറിലാണ് എന്ത് കൊടുക്കേണ്ടത്? 1 എന്നുള്ള വാല്യൂ കൊടുക്കേണ്ടത്. അപ്പോൾ 1 സ്ക്വയർ, അതായത് 1 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എ നമുക്കവിടെ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ എഫ് ഓഫ് എ. 3 നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? The function is continuous at x is equal to 1. The function is continuous at x is equal to 1. ഏത് പോയിന്റിലാണോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റിൽ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. y is equal to സൈൻ ഓഫ് എക്സ് സ്ക്വയർ. കണ്ട, സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് ചോദിച്ചിരിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. യൂസ് ചെയിൻ റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ? ലെറ്റ് യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എക്സ് സ്ക്വയറിനെ യു എന്ന് കൊടുക്കാം. അപ്പോൾ du/dx എന്താ വരിക? du/dx ഈസ് ഈക്വൽ ടു 2x എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ എന്തായി? y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയറിന് സാധനം നമുക്ക് യു കൊടുക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു സൈൻ യു എന്നായി. നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അല്ലേ? dy/dx ഈസ് ഈക്വൽ ടു സൈൻ യു എന്ന് പറയുന്നത് എന്താണ്? കോസ് യു ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. പിന്നെ യു നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യണത്. ഇത് കോസ് യു ആയതുകൊണ്ട് കോസ് യു ഇൻറ്റു എന്ത് എഴുതണം? du/dx കൂടി എഴുതണം അല്ലേ? ദാറ്റ്സ് ഈസ് ഈക്വൽ ടു കോസ് യു ഇൻറ്റു du/dx. ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എന്താണ്? 2x എന്ന്. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 2x കോസ് യു എന്ന് കിട്ടി. യു നമ്മൾ വീണ്ടും തിരിച്ച് എന്ത് എഴുതാൻ പോവാണ്? യു എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമ്മുടെ dy/dx എന്ത് കിട്ടി? 2x കോസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. എത്ര ബുദ്ധിമുട്ടുള്ളതൊന്നല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y is equal to x raised to x ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? എക്സ് റേസ് ടു എക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ രണ്ട് സൈഡിൽ എന്തെടുക്കണം? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമ്മൾ ലോഗ് എടുത്ത് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? ലോഗ് y ഈസ് ഈക്വൽ ടു
ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് വരും. ഈ ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്ക് ഈ പവർ നമുക്ക് ഇങ്ങോട്ട് എഴുതാം അല്ലേ, എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതും. അപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ലോഗ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/y ഇൻറ്റു ഇത് വൈയിലാണ് അല്ലേ, നമുക്ക് എക്സിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, പിന്നെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇവിടെ നമുക്ക് ഈ എക്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂലേ, അപ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് ലോഗ് എക്സ്. അപ്പോൾ 1/dy/dx ഇസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് dy/dx ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇനി y എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു എക്സ് ആണ്. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു, വൈയുടെ സ്ഥാനത്ത് നമുക്ക് എക്സ് റേസ് ടു എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇതാണ് നമ്മുടെ y ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. dy/dx ഡെറിവേറ്റീവിനെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ 2x പ്ലസ് വൈ സ്ക്വയറിൻ്റെ എന്താണ്? 2y ഇൻറ്റു dy/dx. കാരണം നമ്മളിത് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 25 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ 0. നമുക്കിവിടെ dy/dx ആണ് കാണേണ്ടത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? ആ ഒരു ടേം അവിടെ നിർത്താം. അപ്പോൾ 2y ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു 2xനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് -2x എന്നാവും. അപ്പോൾ dy/dx ഇസ് ഈക്വൽ ടു -2x. ഈ 2y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? /2y. 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -x/y ആണ് നമ്മുടെ dy/dx. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷോ ദാറ്റ് f of x is equal to modulus of x is not differentiable at x is equal to 0. x is equal to 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. ഡിഫറൻഷ്യബിൾ ആണോ എന്നല്ല ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് വരും അല്ലേ. എഫ് ഓഫ് 0 പ്ലസ് എച്ച്. 0 വരാൻ കാരണം ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് എഴുതണ പോലെ മൈനസ് എഫ് ഓഫ് എ, അതായത് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മോഡുലസ് എക്സ് ആണ്. അപ്പോൾ 0 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ എച്ച് തന്നെയാണ് അല്ലേ. ഇതിപ്പോൾ 1 ആയിരുന്നെങ്കിൽ 1 പ്ലസ് എച്ച്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ മോഡുലസ് എച്ച് മൈനസ് 0 ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 തന്നെ വരിക ഡിവൈഡഡ് ബൈ എച്ച്. മോഡുലസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആവും. എച്ച് മൈനസ് 0 എച്ച് തന്നെ. അപ്പോൾ എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു 1 അല്ല. എച്ചും ക്യാൻസൽ ആയിട്ട് 1 കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് 1 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എന്ത് വരും? 0 പ്ലസ് എച്ച്. എന്താ? മോഡുലസ് ഓഫ് എച്ച് മൈനസ് എന്ത് വരും? 0 തന്നെ അല്ലേ. 0 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിലെ മോഡുലസ് ഓഫ് എച്ച് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എച്ച് ആണ് വരുന്നത്. കാരണം ഇത് 0നേക്കാൾ നെഗറ്റീവ് ഇൻറ്റിജറിലേക്കാണല്ലോ പോവുക. 0 മൈനസ് ആണല്ലോ. അപ്പോൾ 0നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ. അപ്പോൾ ഇവിടെ എച്ച് മോഡുലസ് ഓഫ് എച്ച് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആണ്. ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വാല്യൂ -1 ആണ്, പോസിറ്റീവ് 1 അല്ല. ഇനി പോസിറ്റീവ് എടുക്കുന്ന സമയത്താണ് നമുക്കിവിടെ എന്ത് വരിക? മോഡുലസ് എച്ചിനെ നമ്മൾ പോസിറ്റീവ് എച്ച് എന്ന് എഴുതുക. നെഗറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ മോഡുലസ് എച്ച് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് വരിക. അപ്പോൾ എച്ച് ബൈ എച്ച് എന്ന് വരും. എച്ചും ക്യാൻസൽ ആയിട്ട് അവിടെ നമുക്ക് പോസിറ്റീവ് 1 കിട്ടി. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് -1ഉം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് 1 കണ്ടോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. രണ്ട് ഡെറിവേറ്റീവ് അവിടെ നമുക്ക് ഈക്വൽ അല്ല. അപ്പോൾ എന്താണ്? ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഏത് പോയിന്റിലാണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ പോയിന്റിൽ വേണം നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ചെക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യനിൽ വെരിഫൈ റോൾസ് തിയറം. നമ്മൾ റോൾസ് തിയറം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 കണ്ടീഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോൾസ് തിയറം വെരിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-2. നമുക്ക് ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്, ഫംഗ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഞാൻ കണ്ടീഷൻസ് ആദ്യം എഴുതാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിരിക്കണം, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇത് നമ്മൾ ജനറൽ കേസാണ് എഴുതുന്നത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. കണ്ടിന്യൂസ് ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരിക്കണം, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയുന്നത്? then there exists a real number c such that നമുക്ക് എന്ത് പറയാം? റിയൽ നമ്പർ c such that f dash c is equal to 0. ഏതിലാണ്? ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു റിയൽ നമ്പർ c ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് എഫ് ഡാഷ് c is equal to 0. സി എവിടെയായിരിക്കണം? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? കണ്ടിന്യൂസ് ആയിരിക്കണം ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയൽ അല്ലേ? നമുക്കതിന് ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 2x എന്ന് എഴുതാം. ഇതൊരു പോളിനോമിയലാണ്. നമുക്കറിയാം എവറി പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ എന്തൊക്കെ എഴുതണം? എഫ് ഓഫ് എക്സ് എഴുതി, ഇറ്റ് ഈസ് എ പോളിനോമിയൽ. വി നോ ദാറ്റ് എവറി പോളിനോമിയൽ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Therefore, f of x is equal to x into x minus 2 is continuous on closed interval AB. f of x is continuous on ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇവിടെ ഏതാണ്? 0-2. അപ്പോൾ അത് എഴുതി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഡിഫറൻഷ്യബിൾ. സെയിം റീസൺ തന്നെയാണ്. എന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ എന്നുകൊണ്ട് എല്ലാ പോളിനോമിയലും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്കത് വേറെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ. ദെർഫോർ വി നോ ദാറ്റ് എവറി പോളിനോമിയൽ ഈസ് ഡിഫറൻഷ്യബിൾ. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x into x minus 2 is differentiable on ഓപ്പൺ ഇൻ്റർവെൽ 0-2. ഇവിടെ തന്നിരിക്കുന്ന ഇൻ്റർവെലിനനുസരിച്ച് ചെയ്ത്. ഇനി നമുക്ക് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് പി അതും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണല്ലേ. അപ്പോൾ എഫ് ഓഫ് 0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ എഫ് ഓഫ് 2 അതിൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഫംഗ്ഷന് 0 കൊടുക്കുക. 0 ഇൻറ്റു 0 മൈനസ് 2 ഇതെന്ത് വരിക? 0. ഇനി എഫ് ഓഫ് 2 കൊടുത്താലോ? 2 ഇൻറ്റു 2 മൈനസ് 2, അതായത് 2 ഇൻറ്റു 2 മൈനസ് 2 എന്താണ്? 0. 2 ഇൻറ്റു 0 0. അപ്പോൾ എഫ് ഓഫ് 0യും 0 എന്ന് കിട്ടി, എഫ് ഓഫ് 2 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, അതായത് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2. അപ്പോൾ 3 കണ്ടീഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്തു അല്ലേ? ഒന്ന് കണ്ടിന്യൂസ് ആണെന്നുള്ളത്, ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളത്, പിന്നെ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ആരുണ്ടെന്ന് പറഞ്ഞാൽ then there exists a real number c such that f dash x is equal to 0. f dash c is equal to 0. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എന്നിട്ട് അതിൽ ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. എഫ് ഡാഷ് എക്സ് എന്താ വരിക? ഇത് എക്സ് സ്ക്വയർ മൈനസ് 2x ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം 2x മൈനസ് 2 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2x മൈനസ് 2 എന്നാണ് നമ്മുടെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ അതിന് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 2, x ഈസ് ഈക്വൽ ടു 2/2, അതായത് 1 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ 0-2ലില്ലേ? 0ൻ്റെ 2ൻ്റെ ഇടയിലാണല്ലേ 1. അപ്പോൾ ആ സി എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടില്ലേ റോൾസ് തിയറം എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന്? അത് ആ 3 കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സി ഉണ്ട്, സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു 0. സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ പറയാം. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്. y is equal to e raised to 2x sin x.
ഇതാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. dy/dx = പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സിന് എന്ത് വരും, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു e⁻²x e⁻²x ഇൻറ്റു 2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ e⁻²x കോമൺ ആയിട്ട് എടുക്കാം. e⁻²x ഇൻറ്റു കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് കണ്ടോ, e⁻²x കോമൺ ആയിട്ട് എടുത്തു. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവാണ് കാണേണ്ടത്. അപ്പോൾ അഗെയിൻ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d²y/dx² ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് e⁻²x എടുക്കാം. അപ്പോൾ കോസ് എക്സിന് എന്ത് വരും, മൈനസ് സൈൻ എക്സ് പ്ലസ് 2 ഇൻറ്റു സൈൻ എക്സിൻ്റെ കോസ് എക്സ് പ്ലസ് ഇനി നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, കോസ് എക്സ് പ്ലസ് 2 സൈൻ എക്സ് ഇൻറ്റു പിന്നെ e⁻²x ഡെറിവേറ്റീവ് e⁻²x ഇൻറ്റു 2. അഗെയിൻ നമുക്കിവിടെ e⁻²x കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, മൈനസ് സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ്. ഇവിടെ e⁻²x കൂടെ ഒരു 2 ഉണ്ട് അല്ലേ, ആ 2 കൂടി നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലസ് 2 കോസ് എക്സ് പ്ലസ് 4 സൈൻ എക്സ് വരും അല്ലേ, ഈ 2 ഇൻറ്റു 2 4. ഇനി നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എത്ര സൈൻ എക്സ് വരുന്നുണ്ട്, മൈനസ് സൈൻ എക്സ് പ്ലസ് 4 സൈൻ എക്സ്. അപ്പോൾ നമുക്കവിടെ 3 സൈൻ എക്സ് എന്ന് കിട്ടി. 2 കോസ് എക്സ് പ്ലസ് 2 കോസ് എക്സ് പ്ലസ് 4 കോസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി, e⁻²x ഇൻറ്റു 3 സൈൻ എക്സ് പ്ലസ് 4 കോസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് റാൻഡം ആയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താൽ എല്ലാ എക്സസൈസിൽ നിന്നും അല്ലേ. റോൾസ് തിയറി ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ എല്ലാത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്, മോഡൽ നമ്മൾ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക്